നമസ്കാരം. നമ്മൾ ഏഴാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏഴാമത്തെ ദിവസത്തെ പ്രാക്ടീസ് ദ മാജിക്കൽ വേ ഔട്ട് ഓഫ് നെഗറ്റിവിറ്റി. എങ്ങനെ നമുക്ക് മാജിക് പോലെ നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും? എങ്ങനെയാണ് നമുക്ക് നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷ നേടാം എന്നതിൻ്റെ ആൻസർ നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി തീരുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? നമ്മുടെ എല്ലാവരുടെ ലൈഫിലും പല ചാലഞ്ചസുകളുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എല്ലാ നേരത്തും നമ്മൾ സന്തോഷമായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചാലഞ്ചുകൾ വരാറുണ്ട്. പക്ഷേ ആ ചാലഞ്ചുള്ള സമയത്തും നമ്മൾ അതിൽ നിന്നുകൊണ്ട് നമ്മൾ നല്ലതിനെ കണ്ടെത്താനായിട്ട്, ആ ചാലഞ്ചിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് എന്നൊന്ന് നമ്മൾ ഓർക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തായി, പിന്നെ ആ ഒരു ബ്രേക്കപ്പിനെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക, അല്ലേ? അല്ല, ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പിന്നെ അന്നത്തെ ദിവസം എന്നല്ല, പിന്നെ കുറച്ച് ദിവസത്തേക്ക് തന്നെ എന്നാലും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞല്ലോ, ബോസ്സായാലും അച്ഛനായാലും ആരായാലും, അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കുറിച്ചിട്ട് അവരാൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന് നോക്കി. ഇപ്പോൾ ഒരു ദിവസം ഒന്ന് വഴക്കു എന്ന് പറഞ്ഞു എങ്കിലും നമ്മളെ ഇത്രയും കാലം നമ്മളെ നോക്കി അച്ഛൻ ആയാലും അമ്മയായാലും നമുക്ക് ഭൂമിയിൽ ജനിക്കാനായിട്ട് സാധിച്ചു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നു. ബോസ്സാണെങ്കിലും ബോസ് വഴക്ക് പറഞ്ഞാലും മാസം നമുക്ക് ശമ്പളം തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യില്ല. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ അതിൽ നിന്നും ലഭിച്ചിട്ടുള്ള നല്ലത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്കവിടെ നെഗറ്റിവിറ്റി ഒരിക്കലും നമ്മൾക്ക് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ജോബ് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ആ സിറ്റുവേഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ജോബ് ഇല്ല, പക്ഷേ എനിക്കിപ്പോൾ കുറേ ഒഴിവ് സമയമുണ്ട്, അതുകൊണ്ട് എനിക്ക് പുതിയൊരു സ്കില്ല് എനിക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിചാരിച്ചാൽ പോരാ. ആ ഒഴിവ് സമയത്ത് നമ്മൾ പുതിയൊരു സ്കില്ല് പഠിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പുതിയ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കില്ലും കൂടി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം കിട്ടിയ സാലറിനേക്കാളും എനിക്ക് കൂടുതൽ സാലറി കിട്ടുമല്ലോ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുമല്ലോ എന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ജോബ് അതിൻ്റെ പ്രാധാന്യം നമുക്കൊന്നും കൂടി മനസ്സിലാകും, അല്ലേ? ജോലി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഗുണം, ആ സുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇനിയുള്ള ജോബിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ ജോബിൽ പറ്റിയ പാളിച്ചകളെല്ലാം നമ്മൾക്ക് മാറ്റിവെച്ച് അതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതെല്ലാം മാറ്റിവെച്ച് ഈ പുതിയ ജോബിനെ വളരെ രസകരമായി സുഖകരമായി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ മനസ്സിൻ്റെ ആ ഒരു സമനില നമ്മൾ നഷ്ടപ്പെടുത്താതെ അതിൽ എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ജോബിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ ഏതൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, എന്തൊരു നല്ല കാര്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇതിൽ നിന്ന് എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുക എന്ന് ഒന്ന് ചിന്തിക്കുക. അതാണ് അവിടുത്തെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് തിങ്കിങ്ങിനെ ഒഴിവാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെയറുമ്മ കാലിടിച്ചു, ഈ ചെയർ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പം തന്നെ തോട്ട് മാറ്റില്ല, ഈ ചെയറുള്ളത് കൊണ്ട് എനിക്ക് എന്തൊരു സുഖം, ഞാൻ ക്ഷീണിച്ച് വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അങ്ങനെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതിലിരിക്കാനായിട്ട് സുഖമായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, ഈ ചെയറുള്ളത് കൊണ്ടല്ലേ. ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അവരോട് ഇരിക്കാൻ പറയാനായിട്ടൊരു ചെയറുണ്ടല്ലോ. അങ്ങനെ ആ സംഭവത്തിൽ നമുക്ക് കാണാൻ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ പറയാം. എന്തൊരു നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസം, അതായത് നാളെ എന്ത് ചെയ്യാം?
ഒരു നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കരുത്. നെഗറ്റീവ് വന്നാൽ ഉടനടി അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമോ ഏതെങ്കിലും ഒരു വ്യക്തികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള അതിന് വേണ്ടിയിട്ട് ആ പ്രശ്നം എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ എന്തൊക്കെ നല്ലതാണുള്ളത്, അങ്ങനെ 10 ഗ്രാറ്റിറ്റ്യൂഡ് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സംഭവത്തിന് വേണ്ടിയിട്ട് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുക. അതാണ് ഡേ 7 പ്രാക്ടീസ്. ഡേ 1ഉം ഡേ 2ഉം എല്ലാ ദിവസവും ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.